കൽക്കി AD 2898. അപ്പം വരാൻ പോകുന്ന നമ്മുടെ സൂപ്പർ ഫ്രാഞ്ചൈസിയുടെ ഒരു പ്രീക്വൽ എന്ന് പറയാൻ പറ്റത്തില്ല, കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് സീരീസ്, 2 എപ്പിസോഡ് മാത്രമുള്ള ഒരു മിനി സീരീസ് ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്. B&B, ബുജി ആൻഡ് ഭൈരവ. കണ്ടു കഴിഞ്ഞപ്പം മൈൻഡ് ബ്ലോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ, എസ്പെഷ്യലി നമ്മുടെ നായകനെയും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രം, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബുജി, അപ്പോൾ അതിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസാണ്. ആ ഒരു വേൾഡ് സെറ്റിങ്ങിൽ നായകൻ ജീവിക്കുന്ന ഒരു സെറ്റപ്പ് അതെങ്ങനെയാണെന്നും ആ ഒരു വേൾഡിൽ അപ്പോൾ ഉള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ആ സീരീസിൽ കാണാൻ പറ്റും. സീരീസ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് അതിൻ്റെ ഗ്രാഫിക്സാണ്, അതിൻ്റെ വിഷ്വൽ ഇമേജറിയാണ്. അനിമേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോളിവുഡ് സിനിമയിലും സീരീസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ആനിമേഷനാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. കാരണം ഇന്ത്യൻ ആനിമേഷൻസിൽ പൊതുവേ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടാവില്ല, പലപ്പോഴും ഭയങ്കര സ്റ്റക്കായിട്ടുള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ വളരെ പ്ലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആനിമേഷനൊക്കെയാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പം അനിമേഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഭയങ്കര ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു അനിമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറിയുടെ എസൻസ് നമ്മളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വേൾഡ് ബിൽഡിംഗ് ഭയങ്കരമാണ്. ബിക്കോസ് ഭൈരവ എന്ന് പറയുന്ന കഥാപാത്രം ഈവൻ അനിമേറ്റഡ് സീരീസിലാണെങ്കിൽ പോലും ഭൈരവ് ജീവിക്കുന്ന ഒരു വേൾഡ്, ആ വേൾഡ് പ്രത്യേകിച്ച് നമുക്കറിയാം ഫ്യൂച്ചറിലുള്ള ഒരു സയൻസ് ഫിക്ഷൻ വേൾഡാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഹോളിവുഡിലുള്ള നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളുടെയും സീരീസുകളുടെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. പക്ഷേ ആ ഒരു ഇൻഫ്ലുവൻസിന് അപ്പുറത്തേക്ക് നമ്മളെ ആ വേൾഡിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്താണ് ആ 2 എപ്പിസോഡും കണ്ടത്. എനിക്ക് വീണ്ടും അത് ഇനിയും ഒരു നീളൻ ഒരു 10 എപ്പിസോഡുള്ള ഒരു ഫുൾ സീരീസ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ കുത്തിയിരുന്ന് കണ്ടേനെ, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ ഞാൻ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ വളരെ ചുരുക്കമായിരുന്ന സിനിമയിലുള്ളത്. പല സിനിമയിലും അലീറ്റ എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാർ വാർസിലാണെങ്കിലും പിന്നെയും ഇഷ്ടംപോലെ നമുക്ക് സിനിമകളൊക്കെ എടുക്കാം. റെഡി പ്ലെയർ വൺ, പിന്നെ ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, എന്താ ആർക്കെയിൻ ലെജൻഡ്സ്. അപ്പോൾ അതിലൊക്കെയുള്ള തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, വെഹിക്കിൾസ്, ക്യാരക്ടേഴ്സ്, ആ ഒരു വേൾഡിൻ്റെ സറൗണ്ടിങ്, ആ ഒരു എൻവയറൺമെൻറ്റ്, അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു സീരീസിലും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആ ഒരു റെഫറൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതുള്ളപ്പോൾ തന്നെയും ഞാനിത് ഓൾറെഡി കണ്ടതാണ്, എനിക്ക് ബോറടിക്കുന്നു എന്നൊരു ഫീൽ എനിക്ക് വന്നതേയില്ല. ഞാൻ ശരിക്കും ത്രൂ ഔട്ട് അത് എൻജോയ് ചെയ്തു. പിന്നെ കഥാപാത്രം എനിക്ക് എങ്ങനെയാണ് മേക്കിംഗ് എന്നറിയത്തില്ല കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്. പ്രഭാസിൻ്റെ കഥാപാത്രമാണെങ്കിലും അതിൽ മറ്റ് വന്നു പോകുന്ന ബ്രഹ്മാണ്ഡം അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണെങ്കിലും നമുക്ക് അവരുടെ ഒന്നും കഥാപാത്രങ്ങൾക്ക് യാതൊരുവിധ ഒരു അനിമേറ്റഡ് സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പകരം അവർ തന്നെ അവിടെ അഭിനയിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഒരു രീതിയിൽ ആ ഒരു കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ ആ ഒരു മാനറിസംസിനെ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു അനിമേറ്റഡ് സീരീസിന് സാധിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് വേൾഡാണ്, ഫിക്ഷണൽ വേൾഡാണ്. ആ വേൾഡിൽ പലതരത്തിലുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവിടെ കടകളിലൊക്കെ ബിൽ ബോർഡിൽ ഈവൻ മലയാളത്തിൽ വരെ കടകളുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ചൈനീസ് ഭാഷയിലും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വേൾഡിൽ അവസാനത്തെ ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം മിക്കവാറും അതായിരിക്കും, അത് ഇന്ത്യയിലായിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അവിടുത്തെ ഒരു ബൗണ്ടി ഹണ്ടറാണ് നമ്മുടെ നായകൻ. ബൗണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിമിനൽസിനെയൊക്കെ പിടിച്ചു കൊടുക്കുക, അതാണ് അവരുടെ ഒരു മെയിൻ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി നായകൻ്റെ. അപ്പം അതിനിടയിൽ നായകനെ ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അങ്ങനെ ഭൈരവയും ബുജിയും കണ്ടുമുട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ചും നമുക്കൊരു ധാരണ കിട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈവൻ ടെക്നോളജീസ്, ആ സമയത്ത് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, ടെക്നോളജീസ്, ഇതെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ്. ഭൈരവയെക്കുറിച്ചും ഭൈരവയുടെ കൂട്ടായി വരുന്ന ബുജിയെക്കുറിച്ചും അതുപോലെ ഭൈരവയ്ക്ക് ഉള്ള റിലേഷൻഷിപ്പ്, ഭൈരവയുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്ന ഒരു സീരീസാണിത്. അതുപോലെ തന്നെ വിജയാന്തി പ്രൊഡക്ഷൻസ്, ഈ സിനിമയുടെ മേക്കേഴ്സ്, അവർക്കാണ് കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ബിക്കോസ് അവരാണ് ഇതിൻ്റെ പുറകിൽ ഒരു ബിഗ് എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. കാരണം അത്രയും രസമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാം ഈ സിനിമ പൊളിയായിരിക്കും. സോ സീരീസ് കണ്ടവരാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.